നമസ്കാരം. തലസ്ഥാനത്തിന്റെ ദാഹശമനിയായ അരുവിക്കര ഡാമിന്റെ സംഭരണശേഷി കൂട്ടുന്നതിനുള്ള പദ്ധതി തുടങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ കാണുന്നത് അരുവിക്കര വെള്ളനാട് പഞ്ചായത്തുകളുടെ അതിർത്തി പ്രദേശമായ കൂവക്കുടി പാലത്തിന് സമീപമുള്ള ഭാഗമാണ്. ഇവിടുത്തെ റിസർവോയറിലാണ് ഇപ്പോൾ മണ്ണെടുക്കലിന്റെ ഒന്നാം ഘട്ട പണികൾ തുടങ്ങിയിരിക്കുന്നത്. അരുവിക്കര റിസർവോയറിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന മാലിന്യങ്ങളും മണലും നീക്കം ചെയ്ത് ആഴം വർദ്ധിപ്പിക്കുന്ന പ്രവൃത്തികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത്യാധുനിക ഡ്രഡ്ജിംഗ് യന്ത്രം ഉപയോഗിച്ചാണ് മണ്ണ് നീക്കം ചെയ്യുന്നത്. അഹമ്മദാബാദ് ആസ്ഥാനമായ ഡിവൈൻ ഷിപ്പിംഗ് സർവീസസ് എന്ന കമ്പനിയാണ് റിസർവോയർ നവീകരണ കരാർ ഏറ്റെടുത്തിരിക്കുന്നത്. ഈ പദ്ധതി പൂർത്തിയാകുന്നതോടെ ഡാമിന്റെ സംഭരണശേഷി 50% വർദ്ധിക്കുമെന്നാണ് കണക്ക്. 2 ദശലക്ഷം മീറ്റർ ക്യൂബാണ് റിസർവോയറിന്റെ മൊത്തം സംഭരണശേഷി. പക്ഷേ അതിന്റെ പകുതിയോളം എക്കൽ മണ്ണും ചരലും ചെളിയും മറ്റ് അവശിഷ്ടങ്ങളുമൊക്കെ അടിഞ്ഞുകൂടി കിടക്കുകയാണ്. ഒന്നാം ഘട്ടത്തിൽ ഡാമിന്റെ 18 കിലോമീറ്റർ ദൂരത്തിലുള്ള റിസർവോയർ ഭാഗമാണ് ശുചിയാക്കുന്നത്. ന്യൂമാറ്റിക് സെക്ഷൻ പമ്പ്, കട്ടർ സെക്ഷൻ ഡ്രഡ്ജർ എന്നിങ്ങനെയുള്ള യന്ത്രങ്ങൾ ഉപയോഗിച്ച് മണലും എക്കലും ചെളിയും പമ്പ് ചെയ്ത് മാറ്റുകയാണ്. 1 വർഷം കൊണ്ട് പദ്ധതി പൂർത്തിയാക്കുവാനാണ് ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ ഫെബ്രുവരി 11 മന്ത്രി റോഷി അഗസ്റ്റിൻ പദ്ധതി ഉദ്ഘാടനം ചെയ്തിരുന്നു. ദിവസം 240 മുതൽ 800 ക്യൂബിക് മീറ്റർ വരെ മണ്ണ് പമ്പ് ചെയ്ത് മാറ്റുകയാണ് ലക്ഷ്യം. കലങ്ങിയ ചെളിവെള്ളം പ്രത്യേകം ബണ്ട് കെട്ടി തയ്യാറാക്കുന്ന 4 കുളങ്ങളിൽ ശേഖരിക്കുകയാണ്. ചെളി മാറ്റിയ ശേഷം വെള്ളം ജലസംഭരണിയിലേക്ക് തുറന്നുവിടും. കുഴിച്ചെടുക്കുന്ന ചെളി മണ്ണ്, ഓട് നിർമ്മാണം, ചെടിച്ചട്ടി നിർമ്മാണം എന്നീ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാമെന്നാണ് പറയുന്നത്. വേർതിരിച്ചെടുക്കുന്ന മണലും പാസ് മുഖേന ആവശ്യക്കാർക്ക് നൽകും. ഇതിൽ നിന്ന് മാത്രം 713 കോടിയുടെ വരുമാനവും പ്രതീക്ഷിക്കുന്നുണ്ട്. ഇപ്പോൾ റിസർവോയറിലെ 8 സ്ഥലങ്ങളിലാണ് ഡ്രഡ്ജിംഗ് തുടങ്ങുന്നത്. മണ്ണെടുക്കുമ്പോൾ വരുന്ന ചെളിവെള്ളം ജലസംഭരണിയിലെ വെള്ളത്തെ മലിനമാക്കാത്ത തരത്തിലാണ് സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിരിക്കുന്നത്. റിസർവോയറിൽ നിന്ന് ശേഖരിക്കുന്ന പായലും പാഴ്ചെടികളും കാർഷിക സർവകലാശാലയുടെ സഹായത്തോടെ വളമാക്കി കർഷകർക്ക് നൽകുവാനും പദ്ധതിയുണ്ട്. 1934 കരമനയാറിന് കുറുകെ അരുവിക്കര ഡാം നിർമ്മിച്ചത്. ഇവിടെ നിന്ന് 350 ദശലക്ഷം ലിറ്റർ വെള്ളമാണ് നഗരത്തിലെ കുടിവെള്ള ആവശ്യങ്ങൾക്കായി ദിനവും പമ്പ് ചെയ്യുന്നത്. കേരള ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ KIDC ആണ് പദ്ധതിയുടെ നടത്തിപ്പ് ചുമതല നിർവഹിക്കുന്നത്. വർഷങ്ങൾക്ക് മുൻപും ഇത്തരത്തിൽ ഡാമിലെ ചെളിയും മണ്ണും നീക്കം ചെയ്യാനുള്ള ഒരു ശ്രമം നടന്നുവെങ്കിലും അത് പിന്നീട് ഉപേക്ഷിക്കപ്പെടുകയാണ് ഉണ്ടായത്. അടുത്ത കാലത്ത് കേരളത്തിലെ എല്ലാ ഡാമുകളിലെയും കോടിക്കണക്കിന് വില വരുന്ന മണൽ ശേഖരണത്തെക്കുറിച്ചുള്ള വിശദമായ പഠന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. എന്തായാലും പുതിയ അപ്ഡേറ്റ് വാർത്തകൾക്കൊപ്പം വീഡിയോയും പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അടുത്ത വീഡിയോയിൽ മറ്റൊരു തലസ്ഥാന വിശേഷവുമായി വീണ്ടും കാണാം.